ഹലോ, നമുക്ക് ഇന്നൊരു ബ്രേസ്ലെറ്റ് ചെയ്താലോ? അപ്പോൾ നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് കണ്ടാലോ? അല്ല, ആദ്യം നമുക്ക് വേണ്ടുന്ന എന്താണ് ഇത്? ഇലാസ്റ്റിക്കാണ്. ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയാണ് ക്രാക്കിൾഡ് ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. അതും ഇതും വെറൈറ്റി കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. തൽക്കാലം ഈ 2 കളർ വെച്ചാണ്, ഈ ഒരു ഗ്രീനും റെഡും വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു വ്യത്യസ്തമായ ഒരു ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്പേസറും കൂടെ തേക്കുവാണ്. കണ്ടോ ഈ സ്പേസർ ഇതിൻ്റെ ബാക്ക്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി തുടങ്ങിയാലോ? ഞാൻ കുറച്ച് ഇത് കട്ട് ചെയ്ത് ലാസ്റ്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 22 സെൻറ്റിമീറ്ററിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹോളിൽ കൂടെ നമ്മൾ കയറ്റി ഇറങ്ങി അപ്പർ സൈഡിലെ ഹോളിലോട്ട് കൊണ്ടുവരുവാണേ. കൊണ്ടുവന്നു. അടുത്ത് നമ്മൾ ഒരു ഗ്രീൻ ബീഡ് ഇടുവാണ്. അടുത്ത റെഡ് ബീഡ്. ഇനി സൈഡിൽ ഒരു ഗ്രീൻ ബീഡ്. ഇതേ ഓർഡറിൽ തന്നെ വേണം കണ്ണ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇനി നമുക്കിത് കണ്ണ് ചെയ്യാം. കണ്ടോ, നമ്മൾ നടുക്കി സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഇത്രയും ചെയ്തു. ഇതിപ്പോൾ ഒരു സൈഡിൽ 9 ബീഡ്സ് വെച്ച് വരുന്നുണ്ട്, 9 ബീഡ്സ് വെച്ച് സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 18 ബീഡ്സ് വരുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ സൈസ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മുടെ സൈസ് കൂടുന്നത് കുറയുന്നതനുസരിച്ച് ബീഡ്സിൻ്റെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്കിതങ്ങ് കെട്ടിയാലോ? ടൈം വേസ്റ്റ് ചെയ്യാൻ കെട്ടാം അല്ലേ? ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനൊരു കെട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് വലിച്ചു പിടിച്ചോണേ. ഇതങ്ങ് ഇടയിൽ കൂടെ കൊണ്ടുവന്ന് ഇതങ്ങ് കെട്ടുക. വലിച്ചു പിടിച്ചോണം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടി ഒന്നുകൂടെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ കേട്ടോ. നമുക്കത് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ 2 അറ്റത്തിൽ ഒരറ്റം ഒരു സൈഡിൽ കൂടെ ആക്കിയിട്ട് ഒരു ബീഡിൽ കൂടെ കയറ്റി ഇറക്കുക. അടുത്ത അറ്റവും മറ്റേ സൈഡിലെ ബീഡിൽ കൂടെ ഒരു ബീഡിൽ കൂടെ കയറ്റി ഇറക്കി ആക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് മാറിക്കിട്ടും. ഈ ഇതും കട്ട് ചെയ്യണേ. കട്ടായി. ഇപ്പോൾ 2 അറ്റവും കാണാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഈ 2 നമ്മൾ നടുക്ക് വരുന്നതേ, ആ 2ൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഗം ഇട്ടാലോ? അത് ഫിക്സ് ആയിരുന്നോളും. ഒരു ധൈര്യത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്.